ഡയറക്ടർ സിദ്ദിഖിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് പുള്ളി എൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു. പിന്നെ റിലേഷൻ ആണെങ്കിലും കൂടുതൽ ഞാൻ അടുക്കുന്നത് എന്നെന്നും കണ്ണേറ്റം എന്ന് പറഞ്ഞാൽ ഫാസിൽ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അവർ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പം ഈ ഷൂട്ട് ഫുള്ള് അപ്പോൾ ഇവർ മിമിക്രിയിൽ നിന്ന് വന്നവരാണല്ലോ. അപ്പോൾ അതാദ്യം പറയണം. ഇവർ പുല്ലേപ്പടിയിലാണ് താമസിച്ചിരുന്നത്, സിദ്ദിഖ് ലാലും. ഞാനും പുല്ലേപ്പടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹരിശ്രീ എന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കലാഭവൻ കഴിഞ്ഞിട്ട് പിന്നെ ഹരിശ്രീ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ്, ഹരിച്ചേട്ടൻ എന്ന് പറയും, പുള്ളി മരിച്ചുപോയി. പുള്ളിയാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നൊക്കെ പറഞ്ഞ ആ പടത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു ഹരിച്ചേട്ടൻ. അപ്പോൾ ഹരിച്ചേട്ടൻ്റെ അവിടെ നിന്നാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകുന്നത്. ഇവർ എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇവിടെ വന്ന് സൗണ്ട് എടുക്കും. അവിടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഇവരുടെ കൂടെ ബസ്സിൽ ഈ മിമിക്രി കാണിക്കാൻ ഈ പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിലൊക്കെ ഇവർ പോകുമ്പം ഇവരുടെ കൂടെ പ്രോഗ്രാമിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ എടുക്കുന്നത് ഈ ഫാസിൽ സാറിൻ്റെ ഫാസിലിക്ക, പുള്ളിയും എൻ്റെ ഒരു റിലേറ്റീവാണ്. എന്നെന്നും കണ്ടിട്ടെന്ന് പറഞ്ഞ പടത്തിൽ നിലമ്പൂരിൽ വെച്ചിട്ട് കൂടുതൽ അടുക്കുന്നത്. ഈ അടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഫുൾ ടൈം ഷൂട്ട് കഴിഞ്ഞ ഉടനെ കൂടിയിരുന്ന് തമാശ പറച്ചിലും, അത് കഴിഞ്ഞ് ഡബ്ബിങ് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു റൂമിൽ, തൊട്ടടുത്തടുത്ത റൂമിൽ. എന്നാലും കൂടുതലും അവരുടെ കൂടെ വന്ന് കമ്പൈൻ ചെയ്തിരിക്കും ഈ തമാശകൾ കേൾക്കാനും പിടിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് റാംജി റാവു കഴിഞ്ഞിട്ട് ഹരിഹർ നഗർ ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തു. അത് കഴിഞ്ഞ് തന്നെ സിദ്ദിഖണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. സിദ്ദിഖണ്ണൻ്റെ ബോഡി ഗാർഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മോഹൻലാലിലൂടെ ഒരു പടം ചെയ്തു. ഇത്രയും പടങ്ങളാണ് പുള്ളിയിലൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്.